മൂന്നാറിലേക്ക് പോകാം. ഇവിടെ ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റിൽ കാട്ടാനക്കൂട്ടം എത്തിയിരിക്കുന്നു. കുട്ടിയാന എസ്റ്റേറ്റിലെ രാജിന്റെ വീട്ടുമുറ്റത്താണ് കാട്ടാന എത്തിയത്. പ്രദേശത്തെ വാഴ ഉൾപ്പെടെയുള്ള കൃഷിവിളകൾ നശിപ്പിച്ച ശേഷമാണ് ആനകൾ വനത്തിലേക്ക് മടങ്ങിയത്. CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. നോക്കൂ, ആ കാറിനോട് ചേർന്ന് നിൽക്കുന്നത് ഒരു ആനയാണ് കേട്ടോ. രാഹുൽ സുരേഷാണ് ചേരുന്നത്. രാഹുൽ, ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങളാണ്. ഒരു കാട്ടാനക്കൂട്ടം അപ്പാടെ ഇളകി എത്തിയിരിക്കുന്ന പോലെയുണ്ട്. വിനീത, മൂന്നാറിൽ നിന്നും സ്ഥിരമായ വാർത്തകളിൽ ഇടം നേടുന്ന രണ്ട് സംഭവങ്ങൾ, ഒന്ന് അപകടയാത്രയും മറ്റൊന്ന് വന്യജീവി ആക്രമണവുമാണ്. രണ്ടും ഇന്നും സംഭവിച്ചിരിക്കുന്നു എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. മൂന്നാറിലെ ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റിലാണ് ഇന്ന് പുലർച്ചയോടുകൂടി കാട്ടാനക്കൂട്ടം എത്തിയത്. 4 കാട്ടാനകളായിരുന്നു ഈ പ്രദേശത്ത് എത്തിയത്. അതിൽ 2 കാട്ടാനകൾ ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റ് സ്വദേശിയായിട്ടുള്ള രാജിന്റെ വീട്ടുമുറ്റത്ത് എത്തിയതിന്റെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഒരു കുട്ടിയാനെ അടക്കം 2 ആനകളാണ് ഈ CCTV ദൃശ്യങ്ങളിൽ പതിയുകയും ചെയ്തിട്ടുള്ളത്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആളുകൾ ആലോചിക്കും, ഈ വാഹനത്തിന് എന്തെങ്കിലും കേടുപാടുകൾ വരുത്തിയിട്ടുണ്ടോ എന്ന്. പക്ഷേ ഈ വാഹനങ്ങൾക്കൊന്നും കേടുപാട് വരുത്തിയിട്ടില്ല. ആ വാഹനത്തിന് ചുറ്റും 2 കാട്ടാനകളും തുമ്പയ്ക്കയെ വെച്ച് തൊട്ട് ഇങ്ങനെ നടന്ന ശേഷം ആ 2 വനമേഖലയിലേക്ക് തിരികെ പോയി എന്നാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ CCTV ദൃശ്യങ്ങളിൽ ആനയുടെ ദൃശ്യങ്ങൾ പതിയുന്നതിന് മുമ്പ് ഈ പ്രദേശത്ത് വ്യാപകമായി കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. വാഴയടക്കമുള്ള കൃഷികൾ വ്യാപകമായി നശിപ്പിച്ച ശേഷമാണ് ഈ രാജന്റെ വീട്ടുമുറ്റത്ത് എത്തിയത് എന്നാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. എന്തായാലും അവിടെയുള്ള ആളുകൾക്ക് ഇത് പുതുമയുള്ള കാഴ്ചകളല്ല. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന മറ്റിടങ്ങളിലുള്ള ആളുകൾക്ക് ഒരു പുതുമയുള്ള കാഴ്ചയാണ് വിനീത. ശരി, ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മൂന്നാറിൽ വീട്ടുമുറ്റത്താണ് ഈ കാട്ടാനക്കൂട്ടം എത്തിയിരിക്കുന്നത്.